കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരുക്ക്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോയ കേരള രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ വാഹനത്തിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? മരിച്ചവരാരൊക്കെയെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ? പ്രവിധ, കാസർഗോഡ് ബായിക്കട്ട സ്വദേശികളാണ്. ഒരു കുടുംബത്തിൽപ്പെട്ട 4 അംഗങ്ങളാണ് ഈ കാറിലുണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്. ബായിക്കട്ട സ്വദേശിയായ ജനാർദ്ദന, മകൻ വരുൺ, കൃഷ്ണ എന്നിവരാണ്. രത്നത്തിന് ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് റോഡ് പണി നടക്കുകയാണ്. NH66 ഈ പ്രദേശത്തെ പലയിടങ്ങളിലും റോഡ് പണി നടക്കുകയാണ്. ഈ ഡിവൈഡർ സ്ഥാപിച്ചതിലൊക്കെ അപാകതയുണ്ടെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു. ഇത് ഈ ഡ്രൈവർ കണ്ടില്ല, കാറിന്റെ ഡ്രൈവർ കണ്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറ് അമിത വേഗതയിലായിരുന്ന കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. കാറ് പൂർണ്ണമായും തകർന്ന മട്ടാണ്. ഈ 3 പേർ, അതായത് മരിച്ച 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ അവരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. രത്നത്തെ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടുകൂടി മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. അശ്രദ്ധമായ രീതിയിൽ, അതായത് റോഡ് നിർമ്മിച്ചു അശ്രദ്ധമായ രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഈ ഡിവൈഡറുകളൊക്കെ അതിനെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശത്തെ വലിയ ജനക്കൂട്ടമുണ്ട്, വലിയ പ്രതിഷേധം ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെയും അതുപോലെ തന്നെ കരാർ കമ്പനിക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. 3 പേരുടെയും മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പ്രവിധ, ശരി, കാസർഗോഡ് നിന്നാണ് അപകട വാർത്ത വരുന്നത്. മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ ഒരിക്കൽ കൂടി ചേരുകയാണ്. അരുൺ, ഒരാൾക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ടെന്നുള്ള വിവരമുണ്ടല്ലോ. ഇയാളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? അരുൺ അല്പസമയത്തിനുള്ളിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിലാണ് കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. 3 പേർ തൽക്ഷണം മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോയ കേരള രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. കാർ ഗർഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നും ഡ്രൈവർ ഈ ഡിവൈഡർ കാണാഞ്ഞതാണ് അപകടത്തിന് കാരണം എന്നുമാണ് പ്രാഥമിക നിഗമനം. അരുൺ പാറയ്ക്കൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരുക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആരോഗ്യനില എങ്ങനെയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? പ്രവിധ, 2 പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ ഈ വിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ ആംബുലൻസിൽ ഈ പരിക്കേറ്റ ആളുകളെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന് അറിയുന്നുണ്ട്. 3 പേരുടെ മരണമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കർണാടക ഉപ്പിനങ്ങാടി ഭാഗത്തേക്കാണ് ഇവർ പോയിരുന്നത് എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് ബായിക്കട്ട സ്വദേശികളായിരുന്നു. ഈ കാസർഗോഡ് മഞ്ചേശ്വരം ഹൊസങ്കടി ഓമഞ്ചേരിയിലുള്ള എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുൻപിൽ വെച്ചാണ് ഈ അപകടം നടന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും കാറിന്റെ അമിത വേഗതയും അതുപോലെ തന്നെ ഈ അശ്രദ്ധമായ രീതിയിൽ അശാസ്ത്രീയമായി ഡിവൈഡറുകൾ സ്ഥാപിച്ചതുമാണ് ഈ അപകട കാരണമെന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നുണ്ട്. KL 14V1742 എന്ന രജിസ്ട്രേഷനിലുള്ള കാറാണ്. ബായിക്കട്ട സ്വദേശികളാണ് ഇതിൽ താമസിച്ചിരുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറയുന്നു. ജനാർദ്ദന്റെ മകൻ വരുൺ, കൃഷ്ണൻ, ഇങ്ങനെ 3 പേരാണ്. 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ അവരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ വലിയ ജനക്കൂട്ടം, വലിയ പ്രതിഷേധമൊക്കെ പ്രദേശത്തുണ്ട്. ഈ ഡിവൈഡറുകൾ സ്ഥാപിച്ചത് അശാസ്ത്രീയമായാണെന്നൊക്കെ നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അമിത വേഗതയാണ്. ഈ NH66 ആ NH66 റോഡ് പണി പലയിടത്തും റോഡ് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ റോഡ് പണി പകുതി നടക്കുന്ന സ്ഥലത്തൊക്കെ വലിയ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഡിവൈഡറിലേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയതെന്ന് പറയുന്നു. എന്തായാലും വലിയൊരു അപകടം നടന്നിരിക്കുന്നു. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിക്കേറ്റ ആളുകൾ 2 പേരെന്ന ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരമാണ്. ആ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രവിധ, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.